നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു രാവിലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ, രാവിലെ എൻ്റെ ജോലികളെല്ലാം കഴിയും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വീഡിയോ എടുക്കാൻ നിന്ന് വേറെ കണ്ടൻറ്റൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് മീൻകറി അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഇന്നലെ അയല മീനാണ് വാങ്ങിയത്. ഇന്നലെ ആയിരുന്നു കുറച്ച് മീനെടുത്ത് വറുത്ത ശേഷം ദേ കറി വെച്ചിട്ടുണ്ട്. പൊട്ടാറ്റോ മെഴുക്ക് പുരട്ടി വേദയ്ക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ടോ കേട്ടോ. ഏട്ടൻ പൊട്ടാറ്റോ കഴിക്കത്തില്ല, മെഴുക്ക് പുരട്ടിയൊന്നും കഴിക്കത്തില്ല. സാമ്പാറിലോ സ്റ്റൂവിലോ ഒക്കെ ഇട്ടാൽ പറക്കിയെടുത്ത് മാറ്റി കളയും കേട്ടോ. അത് വേദയും അങ്ങനെയാണ്. മെഴുക്കുവരട്ടി ആണെങ്കിൽ കൊണ്ടുപോകും. അപ്പം ഞാൻ ഒന്ന് എയർ ഫ്രൈറിൽ ഒരു പൊട്ടറ്റോ മാത്രം എടുത്തിട്ട് എയർ ഫ്രൈറിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എണ്ണയും മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വേദയുടെ പൊട്ടറ്റോ ഫ്രൈ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പാടില്ല, ഉപ്പും കുരുമുളകും മാത്രമേ പാടുള്ളൂ. അതെനിക്കറിയില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു, അവൾ പറഞ്ഞിരുന്നു, ഉണ്ടാക്കി കൊടുത്തു, ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ഞാനത് മറന്നുപോയി. രാവിലെ എണീറ്റ് വന്നോടനെ പൊട്ടറ്റോ ഫ്രൈ എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്നാണ് ആദ്യം ചോദിച്ചത്. ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം ഉണ്ടാക്കാൻ പറഞ്ഞത്, കുരുമുളക് ഇട്ടല്ലേ ഉണ്ടാക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. ഞാൻ മറന്നു കേട്ടോ. എന്തായാലും അവൾക്ക് ഇഷ്ടമാണ്, അവൾ കഴിക്കും. അവൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് വേദയുടെ സ്കൂളിൽ ഭാഗ്യത്തിന് നോൺ വെജ് ഒക്കെ കൊണ്ടുപോകാൻ കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ടാണ് മീൻകറിയൊക്കെ കൊടുത്തു വിടാമെന്ന് കരുതി. മീൻ അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. പുട്ടും മീൻകറി ആക്കാമെന്ന് കരുതി. കാരണം 5 അയല മീൻ എന്തോ ഇന്നലെ വാങ്ങിച്ചിട്ട് വന്നു. അതിൽ ഒന്നോ രണ്ടോ മാത്രമാണ് ഞാൻ ഫ്രൈ ചെയ്തത്, ബാക്കി കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേദം ഒരു കഷ്ണം, ചിലപ്പോൾ രാവിലെ പുട്ടിൻ്റെ കൂടെ ഒരു കഷ്ണം, ഉച്ചയ്ക്ക് ഒരു കഷ്ണം, ഇത്ര അത് തന്നെയാണ്. വൈകുന്നേരം പിന്നെ വേദം ഒന്നും കഴിക്കത്തില്ല. പിന്നെ ഏട്ടൻ മാത്രമേ ഉള്ളൂ കഴിക്കുന്നത്. പിന്നെ അതെടുത്ത് കളയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കരുതി രാവിലെ പുട്ടിൻ്റെ കൂടെ ആകുമ്പോൾ അതങ്ങ് പോവും. പുട്ടും മീൻകറിയും ആണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല അരിപ്പുട്ടാണ്. അരിപ്പുട്ടിൻ്റെ അരിമാവ് ചൂടുവെള്ളത്തിൽ ഞാൻ നനച്ച് വെച്ചിരിക്കുക കേട്ടോ. ഇത് മറ്റേ അജ്മിയുടെ മാവാണ്. ഞാൻ സാധാരണ പുട്ടിന് അരി വാങ്ങിച്ച് കഴുകി പൊടിച്ചൊക്കെയാണ് എടുക്കാറ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് മെനക്കേടായതുകൊണ്ട് ഈ അജ്മിയുടെ പുട്ടുപൊടി നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല പുട്ടുപൊടി ആയതുകൊണ്ട് അജ്മിയുടെ പുട്ടുപൊടിയാണ് വാങ്ങുന്നത്. അപ്പോൾ ഒന്ന് നല്ലതായിട്ട് നനച്ച ശേഷം ചൂടുവെള്ളത്തിലാട്ടോ മാവ് നനച്ചിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കും. അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പുട്ട് കിട്ടും. ഗോതമ്പ് മാവാണേലും അങ്ങനെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ മിക്സിയിട്ട് കറക്കുമ്പോൾ ഈ മാവ് ഒരുപാടങ്ങ്. പിന്നെ ഇവിടെ അച്ഛനും മോളും തേങ്ങ അലർജി ആയതുകൊണ്ട്, അലർജി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തേങ്ങ കഴിക്കത്തില്ല, എടുത്ത് കളയും. അത് മിക്കവാറും ഉള്ള എല്ലാ വീടുകളിലും തേങ്ങ ഒരുമാതിരിപ്പെട്ടവർക്ക് പുട്ടിലിടുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഈ പുട്ടിലൊക്കെ കുറച്ചെങ്കിലും തേങ്ങ ഇട്ടില്ലെങ്കിൽ ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ ഈ മുകളിലും താഴെയും ഇങ്ങനെ നടുക്കുമൊക്കെ ഫില്ല് ചെയ്യുന്നതിന് പകരം കുറച്ച് തേങ്ങ ചിരണ്ടി ഇതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്തിടും കേട്ടോ. അപ്പോൾ തേങ്ങ ഇട്ടു എന്നുള്ളൊരു സമാധാനം എനിക്ക്. ആ ഒരു തേങ്ങയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. കയ്യിൽ ഒരു വര കണ്ടോ? അത് ഇന്നലെ പാത്രത്തിൻ്റെ അടപ്പ്, ചൂട് പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് പൊള്ളിയതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് തേങ്ങ ചിരണ്ടി ഞാൻ അതിൻ്റെ കൂട്ടത്തിട്ടെ. ഇത് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ എനർജിയിലിടും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്, രാവിലെ എടുത്ത് പുറത്ത്. ഇതിപ്പോൾ ഞാൻ എന്താണ് അരിച്ച് നടക്കുന്നതെന്ന് ചോദിച്ചാൽ പപ്പടം, മറ്റേ ചൗവരി പപ്പടവും മറ്റു പപ്പടമൊക്കെ ഇല്ല, മസാല പപ്പടം എന്നുള്ള ഒരാൾ കമൻറ്റ് ചെയ്തിട്ട്, അത് മസാല പപ്പടം ആണോ എന്ന് എനിക്കറിയില്ല. എന്തോ ആ പപ്പടമൊക്കെ ഞാനിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെയോ ഒരു ടിന്നിലാക്കി ഞാൻ വച്ചു, പക്ഷെ അത് എവിടെയാണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. സാധാരണ എല്ലാം തള്ളിക്കയറ്റുന്നത് ഫ്രിഡ്ജിലാണ്. ഫ്രിഡ്ജിൽ അരിച്ചിട്ട് ഫ്രിഡ്ജിലെങ്ങും കാണാനില്ല. അങ്ങനെ അരിച്ചപ്പോഴാണ് എന്നോ ഉപ്പിലിട്ട നെല്ലിക്ക, നമ്മൾ ഇവിടെ തെങ്കാശിയിൽ എന്തോ പോയപ്പോൾ വാങ്ങിയ ഉപ്പിലിട്ട നെല്ലിക്ക ഫ്രിഡ്ജിലിരിക്കുന്നു. അത് ഇത്രയും അരിച്ചപ്പോൾ അത്രയും കിട്ടി കേട്ടോ. അതിനെ കൊണ്ടുവന്ന് കളഞ്ഞു. അങ്ങനെ ഫ്രിഡ്ജിലൊന്നും നോക്കിയിട്ട് കാണാനില്ല, എവിടെയാണെന്ന് നോക്കിയിട്ട് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇത് കണ്ണ് തുറന്ന് മിഴിച്ച് നോക്കിയപ്പോഴേക്കും ആ നോക്കിയ സ്ഥലത്ത് തന്നെ വീണ്ടും ഇരിക്കുന്നുണ്ട്. ചില സാധനങ്ങൾ അങ്ങനെയാണ്, എത്ര നോക്കിയാലും നമ്മൾ കാണില്ല. അപ്പോഴേക്കും നമ്മുടെ എയർ ഫ്രയർ ഇവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്. അതും ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ പിന്നെ ഇളക്കിയില്ല. എനിക്ക് തോന്നുന്നു 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് എന്തോണോ കൊടുത്തത്. ഒരു 2 മിനിറ്റ് കൂടെ പിന്നെ ഞാൻ ആരോ കമൻറ്റ് ഇട്ടിരുന്നു, അമ്മയുടെ അച്ചാർ കണ്ടിട്ട് കൊതിയാവുന്നു എന്ന് പറഞ്ഞു. ഞാനൊരു സത്യം അറിയട്ടെ, ചിലപ്പോൾ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയത്തില്ലായിരിക്കും. എൻ്റെ അമ്മയ്ക്ക് പിക്കിൾ ബിസിനസ് ഉണ്ട് കേട്ടോ. അമ്മ മെയിൻലി ഇട്ട് കൊടുക്കുന്നത് ഫിഷും ബീഫും ആണ്. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നാളെ ഞാൻ വന്നൊരു വീഡിയോ ഇട്ട് തരാമെന്ന്. കാരണം അമ്മയുടെ പിക്കിളിൻ്റെ ആഡ് കൊടുക്കുന്ന ഫുൾ ഞാനാണ്. ഞാൻ ആഡ് കൊടുക്കുമ്പോൾ അമ്മയ്ക്ക് നിറയെ ഓർഡർ കിട്ടും. അല്ലെങ്കിലും അമ്മയ്ക്ക് ഓർഡർ ഉണ്ട് കേട്ടോ. ദൈവം അനുഗ്രഹിച്ച്, ദൈവം സഹായിച്ച് നമ്മുടെ ചാനൽ വഴിയാണ് അമ്മ അതിനൊരു തുടക്കം കുറിക്കുന്നതും. അമ്മയ്ക്ക് അത്യാവശ്യം ഓർഡേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വീഡിയോയിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യുമ്പോൾ പിന്നെ അമ്മയ്ക്ക് കുറച്ചുകൂടെ ഇതാണ്. അപ്പോൾ അമ്മ ഒന്ന് ഡള്ളായിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊരു പ്രൊമോഷൻ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് പിക്കിളിൻ്റെ ഓർഡർ ഉണ്ട്. അത് പാക്ക് ചെയ്യാൻ സമയം വൈകുന്നേരം ഞാൻ പറഞ്ഞ വേദയ്ക്ക് ട്യൂഷന് വിട്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരാം, എന്നിട്ട് പാക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിട്ടേക്കാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ മെയിനായിട്ടും ചൂര മീൻ, ബീഫ് പിക്കിളാണ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം വേറെ എന്തെങ്കിലും മീനൊക്കെ വേണമെങ്കിൽ അമ്മ ഇട്ട് തരും. അമ്മയ്ക്ക് കൂടുതലും പുറത്തൊക്കെ കൊണ്ടുപോകാനാണ് ഓർഡേഴ്സ് കൂടുതലും വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വരുന്ന ഓർഡേഴ്സ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ
വൃത്തിയിലായിരുന്നു. അമ്മയ്ക്ക് കുറച്ച് കൂടുതലാണ്. പിന്നെ നമ്മളിങ്ങനെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിൽ വൃത്തി കൂടുതൽ കാണിക്കുന്നതിൽ അമ്മയുടെ വിരൽ മുറിഞ്ഞ് കിടന്ന സമയത്ത് അമ്മയ്ക്ക് ഇതുപോലെ നമ്മളത് അന്ന് പിക്കിൾ സ്റ്റാർട്ട് ചെയ്ത സമയമാണ്. ഭയങ്കര ഓർഡേഴ്സായിരുന്നു. എപ്പോഴും ഓർഡേഴ്സ് ഇങ്ങനെ ഒരുപാട് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ കൈ മുറിഞ്ഞ സമയത്ത് ഒരുപാട് ഓർഡേഴ്സ് വന്നു. അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാതെ ഇരിക്കാനും പറ്റത്തില്ല. നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ആളെയൊക്കെ നിർത്തിയിട്ടാണ് ചെയ്തത്. പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ അമ്മയ്ക്ക് അതിൽ അവർ കഴുകുന്ന വൃത്തി വന്നില്ല. നമ്മൾ 1-2 പേർക്ക് അയച്ചു കൊടുത്തപ്പോൾ അതിൽ എല്ലിൻ്റെ കഷ്ണമൊക്കെ കുറച്ച് കൂടുതൽ വന്നു. കാരണം അവരാണത് അമ്മ പറഞ്ഞു കൊടുക്കും. അമ്മയ്ക്ക് മീൻസ് പിക്കിൾ ഇടാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ കഴുകിയ വൃത്തി വന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ വയ്യാത്ത കൈ കൊണ്ട് അമ്മ വീണ്ടും കഴുകി. എന്നിട്ട് ഈ മീനിൻ്റെ എല്ല് കഷ്ണമൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല കേട്ടോ. അവരതിൻ്റെ കൂട്ടത്തിട്ട് വെച്ചു. അങ്ങനെ അത് 1-2 കസ്റ്റമേഴ്സ് ഒരു കംപ്ലയിൻറ്റ് പോലെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനിത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഐഡിയ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അമ്മയെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു സ്റ്റാഫിനെ നിർത്തി, എല്ലാവരും സ്റ്റാഫിനെ നിർത്തിയല്ലേ ചെയ്യുന്നത്. പക്ഷെ അമ്മയ്ക്ക് സ്റ്റാഫിനെ നിർത്തി ചെയ്യുന്നതിൽ ഒട്ടുമേ താല്പര്യമില്ല. അതുകൊണ്ട് അമ്മ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 2 വർഷത്തോളം ഇരിക്കും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കാശ്മീർ പോവാൻ എനിക്ക് അമ്മ തന്ന പിക്കിൾ ഇപ്പോഴും എൻ്റെ ഫ്രീസറിൽ ഇരിക്കുകയാണ്. ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒക്കെ സൂക്ഷിച്ചാലിരിക്കും. പുറത്ത് വെച്ചാലും ഞാൻ അധികം ഗ്യാരണ്ടി പറയുന്നില്ല. കാരണം നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യുന്നില്ല. എങ്കിലും ഒരു 6-7 മാസത്തോളം പുറത്തിരിക്കും. അമ്മയ്ക്ക് നല്ലൊരു പ്രൊമോഷൻ ആയിട്ടുണ്ട് അല്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന പിക്കിളിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ബാധിക്കുന്നത് ഉറപ്പായിട്ടും എന്നെ ആയിരിക്കും. അതുകൊണ്ട് നമ്മളതിൽ ഒരു ഫേക്കായിട്ടുള്ള പരിപാടികളും ചെയ്യില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യം കേട്ടോ. എന്തായാലും കാര്യം പറഞ്ഞ് വേദയ്ക്ക് കൊണ്ടുപോകാനുള്ളതും മീൻകറിയും പുട്ടും ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ വേദയുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞത് ഗ്രാൻഡായിട്ടാണ്. ചോറുണ്ട്, പിന്നെ എന്താണുള്ളത്, പിന്നെ പപ്പടമുണ്ട്. നമ്മുടെ ചവ്വരി പപ്പടവും മറ്റേ പപ്പടവും ഉണ്ട്. അത് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചവ്വരി പപ്പടവും കൊള്ളാം. മറ്റു പപ്പടം ഇഷ്ടമാണ്. പക്ഷേ ചവ്വരി പപ്പടം ഇപ്പം വാങ്ങിച്ച് കഴിച്ചപ്പോൾ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് മുഴുവനെ ഇട്ടാൽ കറക്റ്റ് എല്ലായിടവും വെന്ത് വരുന്നില്ല. അങ്ങനെ ചവ്വരി പപ്പടം ഞാൻ 4ആയിട്ട് മുറിച്ചാണ് ഇട്ടത്. അപ്പോൾ എണ്ണയിലിടുമ്പോൾ ഭയങ്കരമായിട്ട് പൊള്ളി വരുന്നുണ്ട്. അതുകൊണ്ട് 4ആയിട്ട് മുറിച്ചിട്ടപ്പോൾ കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. അല്ലെങ്കിൽ നടുക്ക് ഭാഗം വേവാതെ ഇങ്ങനെ മൊരിഞ്ഞൊക്കെ വരും. അതുകൊണ്ട് 4ആയിട്ട് മുറിച്ചിട്ടു. പിന്നെന്താണ്, മീൻകറി ഒരു കഷ്ണം, അത് ഇത്ര വേദ കൊണ്ടുപോകത്തുള്ളൂ. അത് ആ വാലിൻ്റെ ഒരു കഷ്ണമാണ് കൊടുത്തത്. അതാകുമ്പോൾ അധികം മുള്ളൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ അതിൻ്റെ ഒരു കഷ്ണവും കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഇന്നലെ മീനിനെ എല്ലാം അരച്ചൊക്കെ വെച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ കറി വെക്കേണ്ട, സാമ്പാർ ഇരിക്കില്ല, മീൻ വറുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ അരച്ച് വെച്ചതിൽ ഞാൻ ജസ്റ്റ് കുറച്ച് വെള്ളമായിട്ട് ഒന്ന് കറിയാക്കി ഒന്ന് തിളപ്പിച്ച് വെച്ചതേ ഉള്ളൂ. ഇന്നാണ് ബാക്കി അതിൽ ഞാൻ എല്ലാം ആഡ് ചെയ്തു. അങ്ങനെ വേദയെ പറഞ്ഞു വിട്ടില്ല. വേദയുടെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള എല്ലാം സെറ്റായി. ഇത്രയും സെറ്റായ രാവിലത്തെ ആ ഒരു ബഹളം തീരും കേട്ടോ. കാരണം ഞാൻ എഴുന്നേറ്റ്, ഞാൻ പറഞ്ഞില്ല, ഞാൻ 5:45 അലാം വയ്ക്കും. 6 മണി വരെ കറക്റ്റ് ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. മുളക് വറുത്തതുണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. 6 മണി വരെ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് താഴെ ഇറങ്ങി വന്ന് പിന്നെ ഒരു ആലസ്യമാണ്. പിന്നെ ഒന്ന് തുടങ്ങിയതാണ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. ഒരു 6:15 7 മണിയാകുമ്പോൾ വേദ കുളിച്ച് റെഡിയായി താഴെ ഇറങ്ങി വരും. അപ്പോൾ വേദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അത് കഴിഞ്ഞ് 7:30 ആകുമ്പോൾ കറക്റ്റ് വേദയ്ക്ക് പോകാനുള്ള സമയമാവും. 7:15 7:20 ആകുമ്പോൾ വേദയുടെ ലഞ്ച് ബോക്സ്, സത്യം പറഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും റെഡിയാക്കണം. അതാണ് അതിൻ്റെ ഒരു സത്യം. രാവിലെയൊക്കെ എഴുന്നേറ്റ് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ധൃതി പിടിക്കുന്നതിൻ്റെ കാര്യമൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുന്ന മടി കൊണ്ട് നമ്മളൊരു 1/2 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം സെറ്റാക്കണം. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എളുപ്പപ്പണികൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ട്, ദോശയും ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് ചൂടൊരു ചമ്മന്തി കൂടി അരച്ചാൽ മതി. വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ കറികൾ നോക്കണം, അതുണ്ടാക്കണം. അപ്പത്തിനാണെങ്കിലും വലിയ പാടില്ല. പിന്നെ ഇടിയപ്പമൊക്കെ ആണെങ്കിലും ഇടിയപ്പം ഉണ്ടാക്കണം. പിന്നെ ചോറുണ്ടാക്കണം. അതൊക്കെ കുറച്ച് പാടാട്ടോ. ഇതിപ്പോൾ പുട്ടും കുഴപ്പമില്ല, അതിന് കറി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പയറ് കടലക്കറിയൊക്കെ ഉണ്ടാക്കണ്ടേ. അങ്ങനെ വേദയ്ക്ക് പുട്ടും പപ്പടവും മീൻകറി വേണ്ടാന്ന് പറഞ്ഞു. ആ പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഇനി ആരും കഴിക്കത്തില്ല. സ്കൂളിൽ കൊണ്ടുപോകാൻ കുറച്ചെടുത്തിട്ട് ബാക്കി മെഴുക്കുവരട്ടി അവൾക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് വേദ എല്ലാം സ്കൂളിൽ വിട്ട ശേഷം ഞാൻ മില്ലറ്റ് പാസ്ത ഉണ്ടാക്കുകയാണ്. ഇന്നലെ നമ്മൾ മില്ലറ്റ് നൂഡിൽസ് ഉണ്ടാക്കി. മറ്റേ ബർണിയാടിൻ്റെ മില്ലറ്റ് പാസ്ത മിക്സ്, അത് ഞാൻ എപ്പോഴും വാങ്ങിച്ച് വെക്കാറുണ്ട്. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇന്ന് ഈവനിങ് അപ്ലോഡ് ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നമ്മൾ മറ്റ് നൂഡിൽസ് ഉണ്ടാക്കും പോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് പാസ്ത ഒന്ന് വേവിച്ച ശേഷം അതിൽ തന്നെ ഒരു മസാല ഉണ്ടാവും. ആ മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത ശേഷം ഈ പാസ്ത കൂടി ഇടാം. അല്ല എങ്കിൽ വെജിറ്റബിൾസും നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കും പോലെ മസാല എല്ലാം ഇട്ടിട്ട് ഈ പാസ്ത കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താലും മതി. അല്ലെങ്കിൽ വെള്ളം ഡ്രെയിൻ ചെയ്ത് അങ്ങനെ എടുക്കാം. ഇന്നിപ്പോൾ വെള്ളം ഡ്രെയിൻ ചെയ്താണ് ഞാൻ എടുത്തിട്ടുള്ളത്.
എന്തായാലും നിമിഷ നേരം കൊണ്ട് പാസ്ത റെഡി ആയിട്ടുണ്ട്. പാസ്തയും നൂഡിൽസും ഒക്കെ കഴിക്കാൻ കൊതിയുള്ളവർക്ക് ഈ ഒരു മില്ലറ്റ് ഓപ്ഷൻ നല്ലതാണ്. പിന്നെ ആ ഒരു പാസ്തയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. ഇത് വേറൊരു പാസ്തയുടെ ടേസ്റ്റ് ആട്ടോ. അപ്പോൾ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഈവനിങ് വരെ. ഇനി ഞാൻ ഇതോടുകൂടി വീഡിയോ എൻ്റെ ആണെന്ന് കരുതിയപ്പോഴാണ് അമ്മ വൈകിട്ട് മീനച്ചാറും ഉണ്ടാക്കിയിട്ട് എന്നെ നോക്കിയിരിക്കണമായിരിക്കും, വീഡിയോ എടുക്കാൻ വരും. അങ്ങനെ വിളിച്ചു വെച്ചപ്പോൾ മീനച്ചാർ ഇട്ടിട്ടുണ്ട്, വന്നാൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേദയെ ട്യൂഷന് വിടാനായിട്ട് പോവാണ്. ട്യൂഷന് വിട്ട ഞാൻ നെട്ടയത്തേക്ക് പോവാണ്. നെട്ടയത്ത് പോവണ്ടെന്ന് കരുതിയതാണ്, പക്ഷേ പിക്കിളിൻ്റെ വീഡിയോ എടുക്കുന്നത് കരുതി ഞാൻ പോവാട്ടോ. അങ്ങനെ വേദയെ ട്യൂഷന് വിട്ടിട്ട് നേരത്തെ ഞാൻ നെട്ടയത്ത് എത്തിയിട്ടുണ്ട്. വന്ന പാടെ തന്നെ അച്ഛനും അമ്മയും ചീമയും കൂടി ഇങ്ങനെ സിറ്റൗട്ടിൽ കാര്യമൊക്കെ പറഞ്ഞിരിക്കും. എൻ്റെ ക്യാമറ കണ്ടതും എല്ലാവരും ഷോളിടുന്നു, മുണ്ടുതാത്തിടുന്നു, തോർത്ത് വിരിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടുള്ള ബഹുമാനമല്ല കേട്ടോ, ക്യാമറ കണ്ടുകൊണ്ടുള്ള ഒരു ബഹുമാനമാണ് കേട്ടോ. അച്ഛൻ്റെ സന്തോഷം നോക്കിക്കേ, എന്തൊരു ചിരിയാന്ന് നോക്കിക്കേ. അങ്ങനെ കയറിയ പാടെ തന്നെ ഞാൻ പറഞ്ഞു പിക്കിളിട്ടോ. എങ്കിൽ പിന്നെ പാക്ക് ചെയ്യൂ. ഞാൻ പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ ഷർട്ടൊക്കെ ഇട്ട് വീഡിയോ എടുക്കുന്നില്ല, അതനുസരിച്ച് ഷർട്ടൊക്കെ ഇട്ട് പാക്ക് ചെയ്യാൻ റെഡിയായി വന്നിരിക്കുകയാണ്. അത് പറയാൻ വിട്ടുപോയല്ലോ, അമ്മ ഇതിനോട് എന്തോ ദേഷ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് ലൈവ് വോയിസ് ഇടുമെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ച് കാണിക്കുകയാണ്. ഓക്കെ, ഞാൻ പറയാൻ വന്നത് അതല്ല. ഇവിടെ പിക്കിൾ ഉണ്ടാക്കുന്ന ജോലി മാത്രമേ അമ്മയ്ക്കുള്ളൂ കേട്ടോ. ബാക്കി പാക്കിങ്ങും അയക്കലും എല്ലാം, എഴുതുന്നതും പറക്കുന്നതും എല്ലാം അച്ഛൻ്റെ ഡ്യൂട്ടിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രോഫിറ്റ് എടുക്കുന്നത് അമ്മ മാത്രം കേട്ടോ. പിന്നെ ആ പ്രോഫിറ്റിൽ നിന്നിടയ്ക്കൊക്കെ അമ്മ നമുക്ക് വല്ല ഷവായോ ഷവർമയോ പിzzയൊക്കെ വാങ്ങിച്ച് തരും, അത് വേറെ കാര്യം. പിന്നെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഇതിൽ നിന്ന് തന്നെയാണ് അമ്മ നടത്തുന്നത് കേട്ടോ. ഇപ്പോൾ ഏട്ടനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് അമ്മയ്ക്ക് അച്ഛൻ പറ്റുന്ന രീതിയിലെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ സാധനങ്ങളും പോയി വാങ്ങിക്കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. പാക്കിംഗ് എല്ലാം അച്ഛൻ തന്നെയാണ് ചെയ്യുന്നത്. കാരണം അമ്മയ്ക്ക് പിക്കിൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വയ്യ കേട്ടോ. പക്ഷേ പിക്കിൾ ഇടാനൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കണ്ടോ, പിക്കിൾ നല്ല നിറയെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. സത്യം വായിൽ കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഈ പിക്കിളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ പാത്രം ചോറിട്ട് തിന്നുക എൻ്റെ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ ചീമ ഉള്ളതുകൊണ്ട് ആ ഡ്യൂട്ടി ചീമ ഏറ്റെടുത്തിരിക്കുക കേട്ടോ. സത്യം പറയാൻ എൻ്റെ പൊന്നു മക്കളെ, ഞങ്ങൾ നോർത്തിൽ പോയപ്പോൾ ടേസ്റ്റി നൂഡിൽസിൻ്റെ അതിൻ്റെ പിക്കിൾ വാങ്ങി, ബലം കടിച്ചാൽ പോലും പൊട്ടാത്ത അത്ര പോലെ എല്ല് പോലെ ഇരിപ്പുണ്ട് പീസ്. ഭയങ്കര ബലവും ഒരു പുളി, എന്തിൻ്റെയോ ഒരു കുത്തലും, വായിൽ വെക്കാൻ പറ്റില്ല. വിനീഗറോ എന്തിൻ്റെയോ ഒരു ഇതും വായിൽ വെച്ച് വായ് കൂടെ പൊള്ളിപ്പോയി കേട്ടോ. അതുകൊണ്ട് അതുപോലെയല്ല എൻ്റെ അമ്മയുടെ പിക്കിൾ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്ന്. അമ്മ കുറേ സാധനങ്ങൾ ഇപ്പോൾ ഓൺലൈനായിട്ട് വാങ്ങി, എല്ലാം സക്സസ് ആയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് അമ്മ. ഓയിൽ ഡിസ്പെൻസർ, സ്പൂൺ ഹോൾഡർ, പിന്നെ ടവൽ എല്ലാം ഒക്കെ വാങ്ങി അമ്മ സെറ്റാക്കി വെച്ചത്. കാണീര് ഞാൻ വാങ്ങിയതെല്ലാം സക്സസ് ആയി എന്നൊക്കെ പറഞ്ഞ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് പിക്കിളിൻ്റെ വിശേഷം. ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ പിക്കിളിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ. അമ്മയ്ക്കൊരു വലിയ പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് ഇന്നത്തെ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. നാളെ പുതിയൊരു വിശേഷമായിട്ട് കാണാം. ടാറ്റാ.